സുഹൃത്തുക്കളെ, നമ്മുടെ ഉദ്ഘാടകൻ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഒരു സമ്മേളനം കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അടുത്ത ഒരു വർഷത്തെ പരിപാടികൾക്ക് ആസൂത്രണം ചെയ്തത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സമ്മേളനങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലമായി സ്വാഭാവികമായി നമ്മുടെ ആളുകൾക്ക് ഈ തിരുവനന്തപുരം യുക്തിവാദി സംഘം എന്ന് പറയുമ്പോൾ ഒരു സംശയം പലർക്കുമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉദ്ഘാടകനും ഏറെക്കുറെ ഒരു ചെറിയ ചോദ്യം ചെയ്തു. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പിന്നീട് കാര്യങ്ങൾ സംസാരിക്കും. നമുക്കെല്ലാവർക്കും ഏറെക്കുറെ അറിയാം, കഴിഞ്ഞ 3 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന യുക്തിവാദി സംഘം തിരുവനന്തപുരം യുക്തിവാദി സംഘമാണ്. അതിനു മുമ്പ് നമ്മളെല്ലാവരും കേരള യുക്തിവാദി സംഘത്തിൻ്റെ ഭാഗമായി. അപ്പോൾ അതിനകത്ത് ജനാധിപത്യപരമല്ലാത്ത ചില സമീപനങ്ങൾ ഉണ്ടാവുകയും അന്ധമായ രാഷ്ട്രീയം, നമ്മൾ മതത്തെയും ജാതിയുടെയും ഒക്കെ പേരിൽ അന്ധമായ വിശ്വാസങ്ങൾക്കെതിരെ നിൽക്കുമ്പോൾ രാഷ്ട്രീയ അന്ധവിശ്വാസം അതും അംഗീകരിക്കാൻ നമുക്ക് തയ്യാറല്ല. യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം വേണം. രാഷ്ട്രീയത്തെ അരാഷ്ട്രീയവാദത്തോട് നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് മറ്റ് സംഘടനകളെ, സാംസ്കാരിക രംഗത്തെ സംഘടനകളെ തങ്ങളുടെ കുടക്കീഴിൽ കൊണ്ടെത്തണം, അല്ലെങ്കിൽ അവരുടെ അടിമകളാക്കണം എന്നുള്ള മനോഭാവമുള്ള ചില രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും എല്ലാ സാംസ്കാരിക സംഘടനകൾക്കും അകത്തും നുഴഞ്ഞു കയറാറ്. അത്തരത്തിൽ യുക്തിവാദി സംഘത്തിനകത്തും അത്തരം രാഷ്ട്രീയക്കാർ നുഴഞ്ഞു കയറുകയും അനാവശ്യമായി പാർട്ടി ഫ്രാക്ഷനായി ഈ സംഘത്തെ മാറ്റാനുള്ള ശ്രമം നടത്തുകയും ചെയ്തപ്പോഴാണ് അതിനെതിരെയുള്ള പ്രതികരണം എന്നുള്ള നിലയിലാണ് നമ്മൾ തിരുവനന്തപുരം യുക്തിവാദി സംഘം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതരായി. അത് കഴിഞ്ഞ ഒന്നോ രണ്ടോ ദിവസത്തെ അല്ലെങ്കിൽ 1-2 മാസത്തെ ഒരു പ്രശ്നങ്ങളല്ല. നിരന്തരമായി വർഷങ്ങളായി സംഘടനയ്ക്കകത്ത് പുകഞ്ഞുകൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾ അത് മറനീക്കി പുറത്തു വന്നത് 3 കൊല്ലമായി എന്നുള്ളതേ ഉള്ളൂ. അത് പെട്ടെന്നുണ്ടായ ഒരു മാറ്റമോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകർക്ക് ഏറെക്കുറെ കാര്യങ്ങളറിയാം, അവർ ഈ കാര്യവുമായി സഹകരിച്ചു. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ള ആളുകൾ തന്നെയാണ് ഭൂരിഭാഗവും ഇന്നും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ. പക്ഷെ ആ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ രാഷ്ട്രീയ അടിമത്തത്തിനില്ല, രാഷ്ട്രീയ അന്ധവിശ്വാസങ്ങൾക്ക് നമ്മളില്ല. അത് തന്നെയാണ് നമ്മൾ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലം നമ്മളെ ഉദ്ഘാടകൻ തന്നെ നമ്മുടെ 2-3 പരിപാടികൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായി. 20ഓളം പരിപാടികൾ ഈ ചെറിയ സംഘടന തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമായി ആരും കാണില്ല എന്ന്. നമ്മളെല്ലാം ഈ പരിപാടികളിൽ പലപ്പോഴായി പങ്കെടുത്തവരാണ്. 4 താലൂക്കുകളിൽ നമ്മൾ സമ്മേളനങ്ങൾ നടത്തി. നമ്മൾ സിനിമയുടെ പ്രശ്നങ്ങളുമായി എമ്പുരാൻ സിനിമ വന്നപ്പോൾ അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ സമരരംഗത്ത് വന്നു. അന്ധവിശ്വാസ നിർമ്മാർജ്ജന നിയമത്തിന് വേണ്ടിയുള്ള സമരത്തിൻ്റെ ഭാഗമായി. അതുപോലെ നമ്മൾ ഇപ്പോൾ അയ്യപ്പ ജ്യോതിയുമായി അയ്യപ്പ ദർശനം അയ്യപ്പ സംഘവുമായി വന്നപ്പോൾ നമുക്കത് അംഗീകരിക്കാൻ തയ്യാറല്ല. രാഷ്ട്രീയവും മതവും രണ്ടായി പോകണം. സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ഫ്രം പൊളിറ്റിക്സ് വർഷങ്ങളായി യുക്തിവാദി സംഘത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. മതവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തരുത്, അത് ദോഷം ചെയ്യും. അപ്പോൾ അതിവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ആ നിലയിൽ പോയപ്പോൾ അതിനുമെതിരെ നിൽക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരുന്നു. നമ്മൾ സംഘടിച്ചു, സമരം ചെയ്തു. അതുപോലെ കരിമരുന്ന് അതൊരു സാമൂഹിക പ്രശ്നമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കരിമരുന്ന് വേണ്ട, ശബ്ദമലിനീകരണം, ഇതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ
നമ്മൾ നേതൃത്വം നൽകി. അതുപോലെ ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP-ക്കും നമ്മുടെ PM-ശ്രീക്കുമെതിരെയുള്ള ആ സമരരംഗത്തും നമ്മൾ വന്നു. അപ്പോൾ നിരന്തരമായി സമരങ്ങളാണ്. ഒരു യുക്തിവാദി സംഘം കൈവയ്ക്കുന്നതിന് അപ്പുറത്തേക്കുള്ള സാംസ്കാരിക രംഗത്തേക്കുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ മുൻഗാമികൾ തബോൾക്കർ, കൽബുർഗി, ഗൗരി ലങ്കേഷ് ഇവരെയൊക്കെ അനുസ്മരിച്ചുകൊണ്ട് വെറും അനുസ്മരണ പ്രഭാഷണങ്ങളല്ല, അതോടൊപ്പം സമകാലിക വിഷയങ്ങളും ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ അത്തരം കാര്യങ്ങൾ. നമ്മളെ മുമ്പേ നടന്ന നമ്മുടെ അജയൻ മുള്ളുവിള നിങ്ങൾക്കെല്ലാം അറിയാം, മജീഷ്യനായിരുന്നു, നമ്മുടെ ഒരു സഹ യാത്രികനായിരുന്നു. അതുപോലെ വട്ടവള സുരേന്ദ്രൻ, അവർ രണ്ടുപേരെയും നമ്മൾ അനുസ്മരിച്ചു. BT ഭട്ടതിരിപ്പാടിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മളൊരു വലിയ പരിപാടി നടത്തി. നമ്മുടെ സംഘടനയുടെ കൂടെയുള്ള ട്രസ്റ്റ്, കുറ്റിപ്പുഴ ട്രസ്റ്റ്, കുറ്റിപ്പുഴ സെൻറ്റർ ഫോർ നാഷണലിസ്റ്റ് സ്റ്റഡീസ്, അതിൻ്റെ 2ാം വാർഷികം കഴിഞ്ഞ വർഷം, ഈ വർഷം നമ്മൾ സമുചിതമായി തന്നെ നമ്മൾ പരിപാടികൾ നടത്തി. അപ്പോൾ ഇത്തരം പരിപാടികൾ ഒരു ചെറിയ സംഘടനയ്ക്ക് ചെയ്യാവുന്ന പരമാവധി പരിപാടികൾ നടത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കുടുംബസംഗമം നടത്തി. ഇപ്പം നിരന്തരം പരിപാടികളാണ്. പലപ്പോഴും പരിപാടികൾ കൂടിപ്പോകുന്നു എന്നൊരു തോന്നലാണ് നമ്മുടെ പ്രവർത്തകർക്കുള്ളത്. എങ്കിൽ പോലും ഒരു സംഘടന എന്നുള്ള നിലയിൽ, ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ പോകാനുള്ള ഒരു ശ്രമം തന്നെയാണ് നമ്മൾ നടത്തിയത്. അപ്പോൾ അത് നാളെയും തുടരും എന്ന കാര്യത്തെ അത് സംശയിക്കണം. ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇവിടെ എത്തിയ എല്ലാ സഹപ്രവർത്തകരെയും, നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകതയാണ് രാവിലെയൊക്കെ ആളുകൾക്ക് എത്താനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ തന്നെ ഇത് ഒരു അറ്റമാണ്. നമ്മൾ കാട്ടാക്കടയിലും അങ്ങ് തനുവച്ചപുരത്തും കിളിമാനൂരും വർക്കലയിലും ഒക്കെ ഉള്ള ആളുകൾ ഇനിയും വന്ന് ചേരാനുണ്ട്. ഏകദേശം 100 പ്രവർത്തകർ എത്തേണ്ട ഒരു മീറ്റിംഗാണ്. കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും പ്രവർത്തകർ ഇവിടെ ചേരും. ഇന്ന് വന്ന എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നേതാവ് തന്നെയാണ് നേതൃത്വം കൊടുത്തത്. അതിലൊന്നും യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ചെളി തെറിപ്പിക്കാനുള്ള പല ശ്രമങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം. അതെല്ലാം ധൈര്യമായി നേരിട്ട് പൊതുപ്രവർത്തകരെ അവരുടെ പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറ്റുവാനുള്ള പരിശ്രമം, ആദർശശുദ്ധിയോട് നിൽക്കുന്ന ആളുകളെ താറടിക്കുവാനുള്ള പരിശ്രമം, അതൊക്കെ ധൈര്യമായി നേരിട്ട അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനകത്ത് പോലും അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടായി. ഈ പൊതുപ്രവർത്തകന് അദ്ദേഹത്തോട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന്